16 വയസ്സുകാരിയെ പീഡിപ്പിച്ചവൻ സർവീസിൽ തുടരട്ടെ, അഴിമതി വെളിപ്പെടുത്തിയവൻ രാജിവെച്ച് പുറത്തു പോട്ടെ. അന്തംകമ്മി സർക്കാരിന്റെ അടിമകളായി അധപ്പതിച്ച നമ്മുടെ പോലീസ് സേനയുടെ തൊപ്പിയിൽ മറ്റൊരു പൊൻതൂവൽ കൂടി. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകുന്ന മോട്ടിവേഷണൽ സ്പീക്കറും പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് പീഡനക്കേസിൽ പിടിയിൽ. 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിന്മേലാണ് ഫിലിപ്പ് മമ്പാടിനെ കസ്റ്റഡിയിലെടുത്തത്. 2022 സെപ്റ്റംബറിൽ നടന്ന ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നത് എന്നൊരു തമാശ കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഫിലിപ്പ് മമ്പാട് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെ ഫിലിപ്പ് മമ്പാടിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോഴാണ് സംഭവമുണ്ടായത്. കാഞ്ഞങ്ങാട്ടുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. അതേസമയം വിരമിക്കുവാൻ ഇനി സർവീസിൽ 6.5 വർഷം ബാക്കിയുണ്ടെന്നിരിക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് SIയും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന കരുനാഗപ്പള്ളി സ്വദേശിയുമായ ഹർഷാദ് സ്വയം വിരമിച്ചു. പോലീസ് അസോസിയേഷന്റെ രാഷ്ട്രീയ ഇടപെടലിൽ മനം നൊന്താണ് 49-കാരനായ ഹർഷാദ് സർവീസ് അവസാനിപ്പിച്ചത്. പോലീസ് സേനയിലെ അന്തംകമ്മി നേതാക്കൾ ഉൾപ്പെടുന്നവരുടെ അഴിഞ്ഞാട്ടം കൊണ്ട് നൂറുകണക്കിന് മിടുമിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സർവീസ് വിട്ടുപോയിട്ടുണ്ട്, ഇതുപോലെ രാജിവെക്കുവാൻ ഓങ്ങി നിൽപ്പുമുണ്ട്. മോഷണക്കേസിൽ നിന്നും ഒഴിവാക്കുവാൻ ആക്രിക്കട ഉടമയിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതും യുവാവിനെ കഞ്ചാവ് കേസിൽ കുടുക്കിയതുമടക്കം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ വഴിവിട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പ്രതികാര നടപടികൾ നേരിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയ ഹർഷാദാണ് 6.5 വർഷം സർവീസ് ശേഷിച്ചിരിക്കെ ഇപ്പോൾ രാജിവെച്ചത്. ആത്മാഭിമാനമാണ് വലുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർക്കുക, മറ്റേ കാക്കിയിട്ട കള്ളന്മാർ ഇപ്പോഴും സർവീസിൽ വാഴുന്നുണ്ട് എന്ന് ഓർക്കണം. ശാസ്താംകോട്ടയിൽ നിർമ്മാണത്തിലിരുന്ന തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ജൂലൈയിൽ 3 ലക്ഷം രൂപയുടെ കേബിളുകൾ കവർന്ന് ആക്രിക്കടയിൽ വിറ്റ കേസിൽ അസോസിയേഷൻ നേതാക്കളായ SHO, SI എന്നിവർ നടത്തിയ വഴിവിട്ട നീക്കമാണ് വിവാദമായത്. 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി കടയുടമയെ കേസിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം മറ്റ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നാതിരിക്കുവാൻ സ്റ്റേഷനിലേക്ക് 15,000 രൂപയുടെ ഫോട്ടോസ്റ്റാറ്റ് പേപ്പർ ആക്രിക്കടയുടമയെ കൊണ്ട് മേടിപ്പിച്ചു. ആക്രിക്കടയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് അവിടുത്തെ 2 ജീവനക്കാർ കടയിൽ നിന്നും പണം കവർന്നതായും കണ്ടെത്തിയിരുന്നു. ഇരുവരെയും ആരും അറിയാതെ കേസ് രജിസ്റ്റർ ചെയ്യാതെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്തു, വിരട്ടി. ഇവരുടെ ബന്ധുക്കളിൽ നിന്നും വിരട്ടി 1 ലക്ഷം രൂപ വാങ്ങിയ ശേഷം കേസ് ഒത്തും തീർത്തു. കഴിഞ്ഞ ഓഗസ്റ്റിൽ മൈനാഗപ്പള്ളി സ്വദേശിയായ ഒരു സാധു യുവാവിനെ പിടികൂടി. പോലീസ് തന്നെ പുറത്തുനിന്നും കഞ്ചാവ് എത്തിച്ച് ഇയാളുടെ ബാഗിൽ വെച്ച് ഇയാളിൽ നിന്നും പിടിച്ചതാണെന്ന പേരിൽ ഒരു കള്ളക്കേസ് എടുത്തതായും ഹർഷാദ് കണ്ടെത്തിയിരുന്നു. ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലം റൂറൽ പോലീസ് മേധാവിക്ക് ഹർഷാദ് റിപ്പോർട്ടും നൽകിയിരുന്നു. എന്നാൽ SP ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ചോർത്തിക്കൊടുത്തതോടെ പോലീസ് അസോസിയേഷന്റെ കണ്ണിലെ കരടായി മാറി ഹർഷാദ്. മന്ത്രിതലത്തിൽ ഇടപെട്ടാണ് ഹർഷാദിനെ കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലേക്ക് തിരക്കിട്ട് സ്ഥലം മാറ്റിയത്. സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ സേനയിൽ നിന്ന് നേരിട്ട പ്രതികാര നടപടിയിൽ മനം നൊന്ത് സർവീസ് അവസാനിപ്പിക്കുന്നതായി അറിയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ശേഷമാണ് ഹർഷാദ് വിരമിച്ചത്. മികച്ച സേവനത്തിന് ഗുഡ് സർവീസ് എൻട്രി ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഹർഷാദ്. താൻ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് റിപ്പോർട്ട് ചെയ്ത ആ കള്ളന്മാർക്കെതിരെ നടപടി വേണമെന്നും സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് നിയമ നടപടിയും ഹർഷാദ് ആരംഭിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ റീൽസിലൂടെ വൈറലായ SI അടക്കമുള്ളവർക്കെതിരെയാണ് ഹർഷാദിന്റെ ഇപ്പോഴുള്ള പോരാട്ടം. ഓർക്കുക, ഈ കള്ളന് കഞ്ഞിവെച്ച മോന്മാരാണ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പാലനം നടത്തുന്നത് എന്നോർക്കുമ്പോഴാണ് നമ്മുടെ നാടിനെ ഏതവനാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിച്ചത് എന്നോർത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ നാം സ്മരിച്ചു പോകുന്നത്. പോക്സോ കേസിലെ ഇരയുടെ അമ്മയെ പീഡിപ്പിച്ചവനും സുന്ദരികളായ പരാതിക്കാരികളെ ഹോട്ടൽ മുറിയിലേക്ക് കൊണ്ടുപോകുന്നവനും സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നവനും മയക്കുമരുന്ന് കച്ചവടക്കാർക്ക് എസ്കോട്ട് പോകുന്നവനും നഗരത്തിൽ സ്പാ എന്ന പേരിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്നവനും ജ്ഞാനായ സമുദായ പ്രമാണിയുടെ കോട്ടയത്തെ ആഡംബര ഹോട്ടലിൽ മസാജിങ്ങിന് പോകുന്നവനുമൊക്കെയാണ് ഇവിടെ ഇരുന്ന് ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്നത് എന്ന് നാം അറിയണം. ഞരമ്പ് ശശി പറയുന്ന വകുപ്പുകളിട്ട് കള്ളക്കേസുകൾ എടുക്കാത്തവർക്ക് കേരളത്തിലെ ഒരൊറ്റ സ്റ്റേഷനിലും ഇരിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്.
അസോസിയേഷൻ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കുവാൻ DGPക്ക് പോലും മുട്ടുപിറയ്ക്കും. തലസ്ഥാനത്തെ പ്രമുഖ സ്റ്റേഷനുകളിൽ ഇരിക്കുന്ന മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവന്മാരുടെ പ്രഷർ താങ്ങാനാവാതെ രോഗികൾ ആയവർ പോലുമുണ്ട്. ഇവന്മാരെ ഭയന്ന് ഇവന്മാർ പറയുന്നവരെ പിടിക്കുവാൻ പോകാൻ ഫണ്ടില്ലാതെ ലോൺ എടുത്ത് പോലും പണം കണ്ടെത്തി പോലീസുകാരെ അയക്കുന്ന, അപ്രകാരം ഡ്യൂട്ടി ചെയ്യുന്ന SHOമാർ പോലും ഈ തലസ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോൾ സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. കഴിഞ്ഞ 10 കൊല്ലം എന്ന് പറയുന്നത് കേരളത്തിൽ പോലീസ് സേനയുടെ മാനം നഷ്ടപ്പെട്ട വർഷമാണ്. ഇന്ന് പല സ്റ്റേഷനുകളിലും SHOമാരായിരിക്കുന്നവർ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ സർവീസ് കയറിയവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ അന്തംകമ്മികളുടെ ഭരണം മാത്രമേ കണ്ടിട്ടുള്ളൂ. അന്തംകമ്മികളുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് നടുവ് വളഞ്ഞ IPSകാർക്ക് എങ്ങനെ IPS കിട്ടിയെന്ന് പോലും നമ്മൾ അന്തിച്ചു പോകും. നട്ടലില്ലാത്തവന്മാർ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് താഴെയുള്ള ഓഫീസർമാർക്കാണ് ബുദ്ധിമുട്ട്. മേളിലുള്ളവന്മാർ യാതൊരു റിസ്ക്കും എടുക്കില്ല, ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കില്ല. അതുകൊണ്ടാണ് ഹർഷാദിനെ പോലെയുള്ള മിടുമിടുക്കന്മാരായ ഓഫീസർമാർ പോലീസ് സേന വിട്ടുപോകുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഇന്ത്യൻ നീതിന്യായ നിയമം എന്താണെന്ന് പോലും അറിയാത്ത മോന്മാർ മുകളിലിരിക്കുന്ന കാവറക്കികൾ പറയുന്നത് കേട്ട് കള്ളക്കേസുകൾ പടച്ചുവിടുന്നത് കൊണ്ട് ഇവിടുത്തെ കോടതികളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരന് ഒരു ന്യായമായ കേസുമായി പോയാൽ പോലും പെട്ടെന്ന് നീതി ലഭിക്കില്ല. രാഷ്ട്രീയ, പോലീസ്, വക്കീൽ മാഫിയകൾ ഇതിനായി സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ജുഡീഷ്യൽ ഓഫീസർമാർ തിരിച്ചറിയണം. ഒരുവനെതിരെ കള്ളക്കേസുകൾ എടുക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അയാളുടെ മാത്രം, ആ കള്ളക്കേസിൽ പെടുന്നവൻ്റെ മാത്രം ചുമതലയായി മാറുന്നു. കഴിഞ്ഞ 1 മാസം മാത്രം എനിക്കെതിരെ ചുമത്തിയത് 4 കള്ളക്കേസുകളാണ്. അതും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. കോടതിയിൽ നാണം കെട്ടു. ഇതാരാണ് ഇപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത്? എന്തിന്റെ പേരിലാണ്? ഈ വകുപ്പ് എങ്ങനെ അട്രാക്ട് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് വായിൽ പിരിവിട്ടി നിൽക്കുവാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ കോടതിയിൽ അതെല്ലാം മിടുക്കന്മാരായ വക്കീലന്മാരെ വെച്ച് പൊളിച്ചെടുക്കി എങ്കിലും ഈ കള്ളക്കേസുകൾ ചാർജ് ചെയ്ത മോന്മാർ ഇവിടെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇവന്മാർ മേലിൽ ഈ തലവഴികൾ കാണിക്കാതിരിക്കുവാനും ഇവന്മാർ പെൻഷൻ മേടിക്കാതിരിക്കുവാനും വേണ്ട നിയമ നടപടികൾ ഇരകളാകുന്ന നമ്മൾ ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരം കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നവന്മാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുവാനുള്ള നിയമനിർമ്മാണം ഉടനടി നടപ്പാക്കിയില്ലെങ്കിൽ സഹികെട്ട ജനങ്ങൾ നിയമം കയ്യിലെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് നിയമവാഴ്ച എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കും. കള്ളനും ആഭാസന്മാർക്കും കഞ്ഞി വെക്കുക മാത്രമല്ല, അവന്മാരുടെ അണ്ണാക്കിലേക്ക് അത് സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുന്നവന്മാരുടെ മുഖത്തേക്ക് ആ തൊപ്പി എറിഞ്ഞു കൊടുത്ത് സർവീസിൽ നിന്നും അന്തസ്സോടെ തലയുയർത്തി പടിയിറങ്ങുന്ന ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ A. ഹർഷാദിന് നമുക്കൊരു സല്യൂട്ട് കൊടുത്ത് യാത്രയായിരിക്കും. പ്രിയപ്പെട്ട A. ഹർഷാദ്, നിങ്ങൾക്ക് ജനങ്ങളുടെ സല്യൂട്ട് ലഭിക്കുവാൻ കാക്കിക്കുപ്പായവും തോളിൽ സ്റ്റാറുകളും ആവശ്യമില്ല എന്നറിയുക. എല്ലാ നന്മകളും നേരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.